വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. മലയാള സിനിമാ സംവിധായകൻ ഷാഫിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ഉള്ളത്. കടുത്ത തലവേദനയെ തുടർന്ന് ജനുവരി 16 ഷാഫി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന് ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയുമായിരുന്നു. അർബുദബാധിതനാണ്. കഴിഞ്ഞ ദിവസങ്ങളായി നടൻ മമ്മൂട്ടി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി ഷാഫി കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആശുപത്രിയിലുണ്ട്. 1995 ജയറാം നായകനായ ആദിത്യ കൺമണി എന്ന ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഷാഫി 2001 തിയേറ്ററുകളിലെത്തിയ കോമഡി ചിത്രം വൺ മാൻ ഷോയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായത്. കല്യാണരാമൻ, തൊമ്മനും മക്കളും, ചട്ടമ്പിനാട്, മായാവി, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, വെനീസിലെ വ്യാപാരി തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റുകളുടെ സിനിമകളെ സംവിധായകനാണ് ഷാഫി. 2022 തിയേറ്ററുകളിലെത്തിയ ഷറഫുദ്ദീൻ ചിത്രം ആനന്ദം പരമാനന്ദമാണ് ഷാഫി അവസാനമായി സംവിധാനം ചെയ്തത്. സംവിധായകനും തിരക്കഥാകൃത്തുമായ റാഫി സഹോദരനും അന്തരിച്ച സംവിധായകൻ സിദ്ദിഖ് ഷാഫിയുടെ അമ്മാവനുമാണ്. ജനുവരി 16 സംവിധായകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഷാഫിക്ക് ലഭ്യമായ എല്ലാ ചികിത്സകളും നൽകുമെന്ന് B ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഷാഫി മസ്തിഷ്ക രക്തസ്രാവത്തിനുള്ള ചികിത്സയിലാണെന്നും രോഗം ഉടൻ ഭേദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, മേരിക്കുണ്ടൊരു കുഞ്ഞാട് തുടങ്ങിയ നിരവധി ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രങ്ങളെ സംവിധായകനാണ് അദ്ദേഹം. മലയാളത്തിന് നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകൻ കൂടി. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കഥ പറയാനും പ്രേക്ഷക ഇഷ്ടം നേടിയെടുക്കാനും ഷാഫിയുടേതായ ടച്ച് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലുമുണ്ട്. സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ സഹയാത്രികനാണ് ഷാഫി എന്ന സംവിധായകൻ. 2000-2010 കാലഘട്ടത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രങ്ങൾ സൃഷ്ടിച്ചത് ഷാഫിയാണ്. അവ ഇന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന ചിത്രമാണ്. ദിലീപിനെ നായകനാക്കി ഷാഫി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ടു കൺട്രീസ്. ദിലീപിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി ചിത്രം മാറി. ദിലീപിന് ഏറ്റവും കളക്ഷൻ നേടിയ സിനിമ കൂടിയാണ് ടു കൺട്രീസ്. വളരെ പുതുമയുള്ള കഥയും പശ്ചാത്തലവുമായിരുന്നു അതിന്റേത്. സിനിമാ ചർച്ചകൾ നടക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ ടു കൺട്രീസിനെ കുറിച്ച് ഇപ്പോഴും പലരും പറയാറുണ്ട്. ഷാഫി സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥെഴുത് റാഫിയായിരുന്നു. 2015 പുറത്തിറങ്ങിയ ചിത്രത്തിന് തുടർച്ച ഉണ്ടാകുമെന്ന് ഷാഫി നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. കഥയുടെ ഐഡിയ ഉണ്ട്, തിരക്കഥ ഒന്നും ആയിട്ടില്ല, അത് വികസിപ്പിക്കണം. നിലവിലുള്ള പ്രോജക്ടുകൾ കഴിഞ്ഞാൽ അതിലേക്ക് കടക്കും. 3 കൺട്രീസ് എന്നായിരിക്കും ചിത്രത്തിന്റെ പേര്. 2023 അല്ലെങ്കിൽ 2024 ചിത്രം റിലീസ് ചെയ്യാനാകുമെന്ന തരത്തിലാണ് പ്ലാൻ ചെയ്യുന്നതൊക്കെ ഷാഫി പ്രതികരിച്ചിരുന്നതാണ്. എന്നാൽ 2024 അത് ഉണ്ടായിരുന്നില്ല. 2 കൺട്രീസ് സ്ഥാനങ്ങളെല്ലാം 3 കൺട്രീസിലും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഷാഫി, റാഫി, ദിലീപ് കൂട്ടുകെട്ടിൽ 2-3 സിനിമകൾ പ്ലാനിംഗ് ഉണ്ട്. മിക്കവാറും അത് ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നതാണ്. ഈ ചിത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിനിടെയായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്തകളും പുറത്തുവന്നത്.